എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. പാവയ്ക്ക കൊണ്ടുള്ള ഒരു കൊണ്ടാട്ടമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും പാവയ്ക്ക വറുത്തും തോരൻ വെച്ചും മെഴുക്കുവരട്ടിയൊക്കെ അല്ലേ കഴിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി പാവയ്ക്ക ഉണ്ടാക്കി നോക്കാം. കഴിക്കാത്ത കൊച്ചു കുട്ടികൾ പോലും കഴിച്ചു പോകുന്ന സൈസ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ആദ്യം തന്നെ അതൊക്കെ അങ്ങ് പറയാമല്ലോ. ആദ്യമേ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുണ്ട്. അതിനാവശ്യമുള്ള സാധനങ്ങൾ വെച്ചാൽ പാവയ്ക്ക ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചാൽ മിക്സിയിൽ അടിച്ച് ഒന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. ഇതുണ്ട്, പാവയ്ക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സാധനം ഒരു സവാള, ഒരു തുണ്ട് കറിവേപ്പില, ഒരു ശകലം പുതിന, വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എരി എത്ര വേണ്ടുന്നവർക്ക് അതേ കണക്ക് എടുക്കാം. ആദ്യമേ നമുക്ക് ഈ പാവയ്ക്ക മിക്സിയിലോട്ട് ഇടാൻ പോകുന്നത് കേട്ടോ. കണ്ടേ, കുറേശ്ശെ ഇടാം. ഒന്ന് ചതച്ചുകൊണ്ട് വരാം. എൻ്റെ പാവയ്ക്കയെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഒന്ന് തിരിച്ചാൽ മാത്രം മതി. മിക്സിയിലോട്ട് ഒറ്റ കറക്ക് കേട്ടോ. അരഞ്ഞു പോകരുത്. കണ്ടില്ലേ, ഇതേ കണക്ക് ഒന്ന് ഇനി നമുക്ക് സവാള, പച്ചമുളകും, വെളുത്തുള്ളിയും, കറിവേപ്പിലയും, പുതിനയിലയും ഒന്ന് ചതച്ചുകൊണ്ട് വരാം. രണ്ട് സവാള, കറിവേപ്പില, പുതിനയില, രണ്ട് വെളുത്തുള്ളി തൊലിയോട് കൂടി ഇടുക കേട്ടോ. പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം. എന്താ, പാവയ്ക്ക, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, പുതിനയില എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് കോൺഫ്ലവർ. അതൊരു 2 സ്പൂൺ ഇടണം കോൺഫ്ലവർ കേട്ടോ. ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പാവയ്ക്ക നമ്മൾ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും പെരിഞ്ജീരകവും ഉപ്പും എല്ലാം ഇട്ട്, മുളക് പൊടി മാത്രം ഇട്ടിട്ടില്ല, എല്ലാം ഇട്ട് നല്ലോണം വിരകി നല്ലോണം വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി കോൺഫ്ലവറും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതാണ് കണ്ടോ. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്ത് വറുത്ത് വരാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എത്ര പഴുത്ത പാവയ്ക്കയോ പച്ച പാവയ്ക്കോ ഏത് പാവയ്ക്കോ വേണമെങ്കിലും ഇങ്ങനെ ചെയ്താൽ കയ്പും കാണത്തില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത് എണ്ണയും നമുക്ക് വറുത്ത് വരാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. നല്ലോണം തിളച്ച് കിടപ്പുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇടണം. കണ്ടില്ലേ, ഇങ്ങനെ വറുത്ത് കോരിയ ചോറുണ്ണാനും വെറുതെ കഴിക്കാനും കഴിക്കാത്തവർ പോലും ഈ പാവയ്ക്ക എടുത്ത് വെച്ച് നല്ലോണം കഴിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഈ പാവയ്ക്ക ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എത്ര കയ്പം പാവയ്ക്കയാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കഴിച്ച് നോക്കേ. പറ കഴിക്കും. പാത്രം കാലിയാവുന്നത് അറിയത്തതേ ഇല്ല. നമ്മുടെ കറുമുറ കഴിക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കണ്ടില്ലേ, നല്ല രുചിയാണ് കഴിക്കാൻ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ, മറക്കരുതേ. നമ്മൾ രണ്ടാമത്തതും വറുക്കാനായിട്ട് എല്ലാം പിച്ചി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഞാൻ പറയാം, ഇന്ന് വരെ